നിങ്ങൾക്കറിയാമോ, ലോകത്ത് ഒരു ചക്രം ആലേഖനം ചെയ്ത ഒരു പതാക മാത്രമേ ഉള്ളൂ? അതാണ് ഇന്ത്യയുടെ പതാക. ഈ ചക്രത്തെ അശോക ചക്ര എന്ന് വിളിക്കുന്നു. ഇത് ബുദ്ധമതത്തിലെ ധർമ്മചക്രമാണ്. ഇത് ഒരൊറ്റ കാര്യത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്: മുന്നോട്ടു പോകുക. ഇതിന് 24 ആരക്കാലുകളുണ്ട്. ഓരോന്നും ഓരോ മാനുഷിക മൂല്യത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. സത്യം, നീതി, സമാധാനം, ക്ഷമ എന്നിവ അതിൽ ചിലതാണ്. ഇന്ത്യ ഈ ചിഹ്നം തെരഞ്ഞെടുത്തത് അതിന്റെ ജനങ്ങളെ പ്രതിനിധീകരിക്കാനാണ്. ഇത് ഒരു മതത്തിന്റെ മാത്രം ഭാഗമല്ല, ഇത് എല്ലാവർക്കുമുള്ളതാണ്. മുകളിലെ നിറമായ കുങ്കുമം ധൈര്യത്തെയും താഴെയുള്ള പച്ച സമൃദ്ധിയെയും സൂചിപ്പിക്കുന്നു. നടുവിലുള്ള വെളുപ്പ് സമാധാനത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. എന്നാൽ ഇതിലെ ഏറ്റവും കൗതുകകരമായ കാര്യമിതാണ്: 2021 വരെ ഈ പതാക ഒരു യന്ത്രം ഉപയോഗിച്ച് നിർമ്മിക്കുന്നത് നിയമവിരുദ്ധമായിരുന്നു. ഇത് കൈകൊണ്ട് നിർമ്മിച്ച ഖാദി എന്ന പ്രത്യേക തുണിത്തരത്തിൽ മാത്രമേ നിർമ്മിക്കാൻ പാടുള്ളൂ. എന്തുകൊണ്ട്? കാരണം ബ്രിട്ടീഷ് ഭരണത്തിൻ കീഴിൽ ഇന്ത്യക്കാർ ബ്രിട്ടീഷ് വസ്ത്രങ്ങൾ വാങ്ങാൻ നിർബന്ധിതരായിരുന്നു. അതുകൊണ്ട് ഗാന്ധിജി പറഞ്ഞു, നിർത്തുക, നിങ്ങൾ സ്വന്തമായി കൈകൊണ്ട് വസ്ത്രമുണ്ടാക്കുക. അങ്ങനെ ഖാദി സ്വാതന്ത്ര്യത്തിന്റെ പ്രതീകമായി. അതുകൊണ്ടാണ് പതാക പോലും അങ്ങനെ നിർമ്മിക്കേണ്ടിയിരുന്നത്. ഈ പതാക ഇന്ത്യൻ അഭിമാനം ശബ്ദമുണ്ടാക്കുന്നതല്ല, യഥാർത്ഥമാണെന്ന് തെളിയിക്കുന്നു.